ഹലോ ഗൈസ്, അപ്പം വെൽക്കം ടു ട്രാവൽ പബ്സ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഞാൻ ഒട്ടും ആക്റ്റീവ് അല്ല, വെറുതെ ചുമ്മാ ഇരുന്ന് ഉറങ്ങി സംസാരിക്കുകയാണ്. ഇപ്പോൾ ഇനിയും തൊട്ട് അങ്ങനെയൊന്നും അല്ല കേട്ടോ, നല്ല ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം കേട്ടോ. അപ്പോൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഇപ്പം ഞാൻ ഓൾറെഡി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തു കേട്ടോ. ഇപ്പം വന്നൊരു പാക്കാണ് ഇത്. 3-in-1 വയർലെസ് ചാർജറാണ്. അപ്പോൾ 3-in-1 വയർലെസ് ചാർജർ എന്ന് പറയുമ്പോഴത്തേന് ആപ്പിളിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചാണ്, ആപ്പിൾ പ്രോഡക്റ്റ് വെക്കാൻ. കാരണം വാച്ച്, പിന്നെ എയർപോഡ് ഉണ്ട്, വാച്ചുണ്ട്, പിന്നെ ഐഫോൺ. അപ്പം ജാട കാണിക്കുന്നല്ലോ കേട്ടോ. അപ്പോൾ അത് മൂന്നും കൂടെ ഒരുമിച്ച് ചാർജ് ചെയ്യാൻ നല്ല പാടാണ്. കാരണം ഒറ്റ ഇതേ ഉള്ളൂ, സോക്കറ്റേ ഉള്ളൂ. അപ്പം ഓരോന്നും ചാർജ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അടുത്തത് കുത്തിയിടണം. അത് നല്ല ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്താന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നി ഫാസ്റ്റ് ചാർജിങ് വയർലെസ് ആണ്. എന്തായാലും ഞാൻ ഐഫോൺ കുത്തുന്നില്ല, കാരണം ഐഫോണിൻ്റെ ബാറ്ററി ഹെൽത്ത് വയർലെസ് ചാർജറിൽ കുറയുമെന്ന് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഐഫോൺ യൂസ് ചെയ്യുന്നില്ല. വാച്ചും അതുപോലെ എയർപോഡും, പിന്നെ എൻ്റെ വേറൊരു സാംസങ് നോട്ടുണ്ട്. അപ്പോൾ അതും വയർലെസ് ചാർജ് സപ്പോർട്ടാണ്. അപ്പോൾ ഈ 3 ഡിവൈസും ഞാനിതിൽ ചാർജ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് തുറന്ന് നോക്കാം ഇതിലെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നല്ലൊരു പാക്കഡാണ് വന്നേക്കുന്നത്. പാക്കറ്റ് പൊട്ടിക്കുമ്പം തന്നെ ഇതാണ് ചാർജർ കണ്ടു. അപ്പോൾ 3-in-1 വയർലെസ് ചാർജറാണ്. ചാർജിങ് സ്റ്റാൻഡ് മൾട്ടി ഫങ്ഷൻ, ഇതാണ് സാധനം. കമ്പനി പേര് കൊടുത്തിട്ടില്ല. ഇന്നലെ അതിനകത്ത് ഞാൻ കണ്ടായിരുന്നു കമ്പനി പേര്. എനിഹൗ ഇത് നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ ഒരു ബേസാണ് വരുന്നത്. പിന്നെ അടുത്തത് താഴെയൊക്കെ പോകുന്നത് കൊണ്ട് ഒരു ചാർജറാണ്. അപ്പം ഇത് 3 ആംപിയറാണ്. 3 ആംപിയറിൻ്റെ ഒരു ചാർജർ വരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ വരുന്നതാണ്, വിശ്വസിക്കാൻ പറ്റുമോ എന്നറിയില്ല. പിന്നെ വരുന്നത് ഇത് കണക്ട് ചെയ്യുന്ന ഒരു ഡോക്കാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇത് ഈ ഒരു ബേസിലോട്ട് ഇത് കണക്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഇവിടെ വാച്ച് ഇങ്ങനെ വെക്കുകയാണ്. അപ്പം പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു USB-C ടൈപ്പ് കേബിൾ വരുന്നുണ്ട്. പിന്നെ ഈ ബോക്സിനകത്തുള്ളത് ബുക്ക്ലെറ്റാണ്, പിന്നെ യൂസർ ഗൈഡ്. ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി ബോക്സിനകത്തൊന്നുമില്ല. അപ്പോൾ ബോക്സിനകത്ത് കാലിയാണ്. പിന്നെ ഈ ബുക്ക്ലെറ്റും കാര്യങ്ങളുമാണുള്ളത്. ബോക്സ് കാലിയാണ്. അപ്പം ബുക്ക്ലെറ്റിൽ ഫൈൻഡ് ദ 6-pin പ്ലഗ് ആൻഡ് 6-pin സോക്കറ്റ്, അപ്പം അങ്ങനെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെ കണക്ട് ചെയ്യുന്നതാണ് കൊടുത്തേക്കുന്നത്. അപ്പം ഇത് യൂസർ ഗൈഡ് എന്താണെന്ന് വെച്ചാൽ ബ്ലാ 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 എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. എങ്ങനെ ഇത് ചെയ്യാം, അവർ പ്രിഫർ ചെയ്യുന്നത് ആപ്പിളിനെയാണ്. അപ്പം നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പം അകത്ത് 3-pin കറക്റ്റായിട്ട് കയറുന്നു എന്ന് നോക്കണം. കയറിയിട്ടുണ്ട്. അപ്പം ഇതിൽ കയറ്റി വെച്ച് ഊരാൻ ഭയങ്കര പാടാട്ടോ. കുഴപ്പമില്ല. അപ്പം ഇതിൻ്റെ അകത്ത് കണ്ടോ ഗൈസ്, ഇതിൻ്റെ അകത്ത് ഒരു ഹോള് കണ്ടില്ലേ? അപ്പം ഈ ഹോളിലോട്ടാണ് ഈ പിന്നുകൾ ഇറക്കേണ്ടത്. അപ്പോൾ ഇത് ഫ്രണ്ട് സൈഡാണ്, ഫോൺ ചാരി വെക്കാനുള്ളൊരു ഏരിയയാണ്. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് പതുക്കെ ഇറക്കണം കേട്ടോ, കാരണം പിന്ന് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ വാച്ച്, ഇവിടെ ഫോണ്, ഇവിടെ എയർപോഡാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ബാക്ക് സൈഡ് ഇവിടെ എയർപോഡ്. അപ്പോൾ നമുക്കിത് പൊട്ടിച്ച് ഇത് ചെയ്യാം. ഒരു കേബിളാണ്. അപ്പോൾ C ടൈപ്പ് കേബിളുണ്ട്, എന്നാലും ഇതിൻ്റെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം, കുഴപ്പമില്ലല്ലോ. അപ്പോൾ
ലെങ്ത് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇവിടെ വരെ എത്തുന്നുണ്ട്, കുഴപ്പമില്ല. എൻ്റെ ബാക്കിലാണ് ഇതിൻ്റെ സോക്കറ്റ് വന്നേക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, സി ടൈപ്പാണ് കേട്ടോ. സി ടൈപ്പ് ചാർജിങ് കേസ് പ്ലഗ് ആണുള്ളത്, സോക്കറ്റ്. അപ്പോൾ ഇതിൽ കണക്ട് ചെയ്തു. അപ്പോൾ പ്ലഗിൻ്റെ ബാക്കിൽ കണക്ട് ചെയ്തു. നമുക്ക് പ്ലഗ് ചെയ്യാം. ഒരു നോട്ടിഫിക്കേഷൻ ലൈറ്റ് കത്തുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ ഒരു റെഡ് ലൈറ്റ് കത്തുന്നുണ്ട്, കണ്ടില്ലേ? അപ്പോൾ റെഡ് ലൈറ്റ് കത്തുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ചാർജ് ചെയ്ത് നോക്കാം. ഫോൺ രണ്ടും ബിസിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ എയർപോഡ് ചാർജ് ചെയ്ത് നോക്കാം. എയർപോഡ് ലൈറ്റ് കത്തുന്നുണ്ടല്ലോ, അപ്പോൾ ചാർജ് ആവുമോ നോക്കാം. ഇങ്ങനെ തന്നെ ആവുന്നുണ്ട്. അതാണ്ട് റെഡ് കത്തി. റെഡ് കത്തിയപ്പം റെഡ് കത്തുന്നുണ്ട്, നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ റെഡ് കത്തിയപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ ചുവപ്പ് മാറി നീലയായിട്ടുണ്ട്. അപ്പോൾ ഇനിയും വാച്ച് നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. വാച്ച് എങ്ങനെ വെച്ചാലും മതി എന്നാണ് പറഞ്ഞ് നോക്കാം. എന്തായാലും വാച്ചും ചാർജ് ആവുന്നുണ്ട്. പവർ ചാർജർ ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 42% ഉണ്ട്. ഇപ്പം ചാർജ് ആവുന്നുമുണ്ട്. അപ്പം ഇതാണ് ഗൈസ്. ഇത് എനിക്ക് നല്ല പ്രോഡക്റ്റാണെന്നൊന്നും അറിയില്ല, എങ്കിലും നല്ല യൂസ്ഫുള്ളാണ്. അറ്റ് എ ടൈം 3 ഡിവൈസ് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഇനിയും ഞാൻ ഇതൊന്ന് മാറ്റി നോക്കാം. ഇത് നല്ല മാഗ്നറ്റിക് ആണ് കേട്ടോ. അതുകൊണ്ട് എങ്ങനെ വെച്ച് കഴിഞ്ഞാലും വർക്കാവും. അതുകൊണ്ട് വീണ്ടും വെച്ചു, മാഗ്നറ്റിക് ആണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വെച്ചാൽ ഇത് വർക്കാവും. അപ്പോൾ ഇനി ഒന്ന് മാറ്റി വെച്ച് നോക്കാം. എയർപോഡ് എടുത്ത് മേളിൽ വെച്ച് നോക്കാം. ചാർജ് ആവുന്നില്ല. ഫോൺ എടുത്ത് താഴെയും വെച്ച് നോക്കാം. അല്ല, ഫോണല്ല, വാച്ച്. അപ്പോൾ രണ്ടും ചാർജ് ആവുന്നില്ല കറക്റ്റ്. അപ്പോൾ ഇത് എന്നാ പറയുക, ഇത് പ്രോപ്പർലി ആപ്പിൾ പ്രോഡക്റ്റിന് വേണ്ടിയുള്ളൊരു ചാർജറാണ്. പിന്നെ ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് വയർലെസ് സപ്പോർട്ടുള്ള ഏത് ഫോൺ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വയർലെസ് സപ്പോർട്ടുള്ള വേറെ എൻ്റെ ഫോണില്ല, 2 ഫോൺ യൂസ്ഡ് ആണ്. അപ്പോൾ ഒരു ഫോൺ ഞാൻ ഓഫാക്കിയിട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പം ഈ ഫോൺ വെക്കുകയാണ്. ഇപ്പോൾ ഫോണും ചാർജ് ആവുന്നുണ്ട്. അതാണ്ട് ഗൈസ്, ഫോൺ ചാർജ് ആവുന്നുണ്ട്. കണ്ട, ഫാസ്റ്റ് വയർലെസ് ചാർജിങ്. അപ്പം നല്ലൊരു സാധനമാണ് കേട്ടോ. ഫാസ്റ്റ് വയർലെസ് ചാർജിങ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വിശ്വാസമായി, നല്ലൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതാണ് ഈ പ്രോഡക്റ്റിൻ്റെ ഒരു അൺബോക്സിങ്. ഇനിയും വൈകാതെ തന്നെ ഞാൻ ഒരു റിവ്യൂ ഇടുന്നതായിരിക്കും ഗൈസ്. അപ്പം താങ്ക് ഫോർ വാച്ചിങ്. ഇനിയും സപ്പോർട്ട് ചെയ്യുക. കൂടുതലും അൺബോക്സിങ് വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. എൻ്റെ ബ്രദർ ട്രാവൽ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പം രണ്ടും ഒരുമിച്ച് ഒരു ചാനലിലാണ് ഇടുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ടെക്കും ട്രാവലും കൂടെ ഒരുമിക്കുന്നതെന്ന് പറഞ്ഞ് സുഹിത്താട്ടൻ്റെ പോലെ ടെക് ട്രാവലീറ്റ് എന്ന് പേരിടാനൊന്നും പറ്റില്ല. കാരണം ഓൾറെഡി പുള്ളി ആ പേര് എടുത്തിട്ടേക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ട്രാവൽ ബബ്സ് ഒന്ന് കൊടുത്തെങ്കിലും നമുക്ക് ഇതിൽ ടെക്കും കൂടുതൽ വരുന്നുണ്ട്. കാരണം എനിക്ക് ടെക്നിക്കൽ ഫീൽഡ് കുറച്ചും കൂടി ഇഷ്ടമാണ്. അപ്പം കൂടുതലും അൺബോക്സിങ് വീഡിയോയും റിവ്യൂവും ഇലക്ട്രോണിക്സിൻ്റെ കാണും. പിന്നെ ആപ്പിൾ പ്രോഡക്ട്സിൻ്റെ റിവ്യൂ ആണ്. കാരണം കുറച്ച് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം താല്പര്യമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആപ്പിൾ പ്രോഡക്ട്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതുപോലെ തന്നെ ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ഏതെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. കാരണം വലിയ ഗ്രാഹ്യമൊന്നും ഇല്ലെങ്കിലും എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതേ റിലേറ്റഡ് ആയിട്ട്, ടെക്നിക്കൽ റിലേറ്റഡ് ആയി, ഫോൺ, കമ്പ്യൂട്ടർ അങ്ങനെ റിലേറ്റഡ് ആയ വീഡിയോ എല്ലാം ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ കീപ് സപ്പോർട്ടിങ് ഗൈസ്. വീണ്ടും കാണാം. ബൈ ബൈ.